ഈ ഒരു ഒറ്റ കേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ആൻഡ്രോയിഡിനകത്തുള്ള എല്ലാ ഡേറ്റയും നമുക്ക് ഐഫോണിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാം. ഈ ഐഫോണൊക്കെ മേടിച്ച പക്ഷേ വാട്സപ്പ് മെസ്സേജസും കോൺടാക്ട്സും ഫോട്ടോസും എല്ലാം ഈ ഒരു ആൻഡ്രോയിഡിനകത്ത് പെട്ട് കിടക്കുകയാണെങ്കിൽ ഐഫോണും ആൻഡ്രോയിഡിനെയും ഒരു ഡേറ്റ കേബിൾ യൂസ് ചെയ്ത് കണക്ട് ചെയ്യേണ്ടതാണ്. ഞാൻ ഇവിടെ USB Type-C to Type-C ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്ലേ സ്റ്റോറിനകത്ത് പോയിട്ട് മൂവ് ടു iOS എന്ന് പറഞ്ഞ ആപ്പും കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അതേസമയം നിങ്ങൾ പുതിയ ഐഫോണിനകത്ത് ക്വിക്ക് സെറ്റപ്പ് ഗൈഡും കോൺഫിഗറേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്രാൻസ്ഫർ യുവർ ആപ്സ് ആൻഡ് ഡേറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിനകത്ത് ഫ്രം ആൻഡ്രോയിഡിനെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത ഓപ്ഷനിനകത്ത് മൂവ് ടു iOS എന്ന് പറഞ്ഞൊരു ആപ്പ് നിങ്ങൾ ആൻഡ്രോയിഡ് ഡിവൈസിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. ഈ വീഡിയോ ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോ. ഇൻ ഫ്യൂച്ചർ നിങ്ങൾ പുതിയ ഐഫോൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യം വരും. നിങ്ങൾ ആൻഡ്രോയിഡ് ഡിവൈസിനകത്ത് ഇൻസ്റ്റാൾ ആയ മൂവ് ടു iOS ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കുറച്ച് പെർമിഷൻസ് അലോ ചെയ്യണം. അതിനുശേഷം അവിടെ രണ്ട് ഡേറ്റ ട്രാൻസ്ഫർ ഓപ്ഷൻ കാണിക്കും. ഒന്ന് വൈഫൈ യൂസ് ചെയ്ത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് ഡേറ്റ കേബിൾ യൂസ് ചെയ്ത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഡേറ്റ ട്രാൻസ്ഫർ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് പറഞ്ഞു തരുന്ന മുമ്പ് ഈ വീഡിയോ ലൈക്കും ഫോളോയും ചെയ്യാൻ മറക്കരുത്. ഞാൻ ഈ ഡേറ്റ ട്രാൻസ്ഫർ കേബിൾ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിന്യൂ എടുക്കുമ്പോൾ എനിക്ക് ഒരു സിംഗിൾ യൂസ് കോഡ് കിട്ടും. അത് യൂസ് ചെയ്താണ് എൻ്റെ ഐഫോണും ആൻഡ്രോയിഡ് ഡിവൈസും കണക്ട് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾ ആൻഡ്രോയിഡ് ഡിവൈസിനകത്ത് നിങ്ങളുടെ കോൺടാക്ട്സും മെസ്സേജസും അതുപോലെ എല്ലാ ഡേറ്റാസിൻ്റെ ഒരു ലിസ്റ്റ് കാണിക്കും. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് പെർമിഷൻസ് ചോദിക്കും. ആ പെർമിഷൻസ് ഒക്കെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇത് അറൌണ്ട് 10 to 15 മിനിറ്റ്സ് എടുക്കും. അതിനുള്ള എല്ലാ ഡേറ്റയും ട്രാൻസ്ഫർ ആവുന്നതാണ്. ഈ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കേബിൾ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം വൈഫൈ റിലേറ്റഡ് ഇഷ്യൂസും വരത്തില്ല, പിന്നെ ഡേറ്റ ലോസ്, പിന്നെ കണക്ഷൻ ലോസ് ഒന്നും ആവത്തുമില്ല. നിങ്ങൾക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. ഈ വീഡിയോയുടെ കംപ്ലീറ്റ് സ്റ്റെപ്സ് ഞാൻ ഒരു സ്ട്രക്ചറൽ ഫോർമാറ്റിൽ PDF ലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് കമന്റിൽ iOS എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾ DM-ലോട്ട് ഞാൻ അയച്ചു തരുന്നതാണ്. സോ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്.